ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ ബീൻസ് മുട്ടത്തോരനാണ്. അപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ള ബീൻസ് ഞാൻ ഇവിടെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് സവാള കൊത്തി അരിഞ്ഞ് വെച്ചത്, പിന്നെ കുറച്ച് വെളുത്തുള്ളി, 2-3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, പിന്നെ കുറച്ച് തേങ്ങ. പിന്നെ ഇത്രയും ബീൻസിന് ഞാൻ 2 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നന്നായി കലക്കി വെക്കണം. പാൻ നന്നായിട്ട് ചൂടാവുമ്പോൾ നമുക്കതിനകത്തേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം മാത്രമാണ് അടുത്ത ഐറ്റം ഇടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് കടുക് കടിക്കുന്നത് പോലെ തോന്നും. ഇപ്പോൾ ഏകദേശം കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കണം. സവാള നന്നായിട്ട് വയന്ന് വരുന്നത് വരെ നമുക്കിത് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഏകദേശം സവാള നന്നായിട്ട് വയന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബീൻസ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. നമ്മളിതിനകത്ത് വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമ്മൾ മൂടി വെച്ച് ആവിയിലാണ് വേവിക്കുന്നത്. അപ്പോൾ ഒരു ഹാഫ് വേവ് ആവുന്നത് വരെ ഇത് മൂടി വെക്കണം. ഇടയ്ക്ക് നമ്മളിത് തുറന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ, കാരണം വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ആവശ്യത്തിന് എരിവിനനുസരിച്ച് ചേർക്കാം. ഞാൻ ഇവിടെ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇനി ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പൊടികളൊക്കെ ചേർത്തതിന് ശേഷം നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് മിക്സ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പൊടികളൊക്കെ വേഗം കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഏകദേശം എല്ലാ പൊടികളും കൂടി ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് നടുക്ക് കുറച്ച് ഓയിൽ ചേർത്തതിന് ശേഷം നേരത്തെ കലക്കി വെച്ചിരുന്ന മുട്ട ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിനകത്ത് കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ മുട്ട ചില്ലി ഫ്ലേക്സ് ചേർത്ത് ആദ്യം ചിക്കി വച്ചതിന് ശേഷം ഈ ബീൻസിലേക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടം ഇങ്ങനെ ചേർക്കാനാണ്. കാരണം ഇങ്ങനെ ബീൻസും മുട്ടയും കൂടി ഒരുമിച്ച് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം എല്ലാം കൂടി ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് തേങ്ങ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങ ഓപ്ഷണലാണ്, പക്ഷേ എനിക്ക് ഈ തേങ്ങ കൂടി ചേർക്കുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഏകദേശം ബീൻസ് മുട്ടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇത് ഇഷ്ടമാവും. അപ്പോൾ ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യട്ടോ.